സിഒഎ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ.എച്ച്. അൻവറിന്റെ 10ാം അനുസ്മരണ സമ്മേളനവും മാധ്യമ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. എൻ.എച്ച്. അൻവർ ട്രസ്റ്റ്, കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, കേരള വിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ സമ്മേളനം കേരള മീഡിയ അക്കാദമി കോഴ്സ് ഡയറക്ടർ സി.എൽ. തോമസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ.എച്ച്. അൻവർ പുരസ്കാരം എം.വി. നികേഷ് കുമാറിന് കൈമാറി. എൻ.എച്ച്. അൻവറിന്റെ 10ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനവും മാധ്യമ പുരസ്കാര വിതരണവും കേരള മീഡിയ അക്കാദമി കോഴ്സ് ഡയറക്ടർ സി.എൽ. തോമസ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അൻവർ. ആ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദ്യമായി ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സിഒഎയ്ക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായിരുന്നു അൻവർ എന്ന് പറഞ്ഞാൽ അതൊരു കാസർഗോഡൻ കാലമായിരുന്നു. ഞാനിത് പറയുന്നത് 80കളുടെ ആദ്യമാണ്. അതായത് ഒരു 84-85 കാലഘട്ടത്തിൽ. അന്ന് കേബിൾ ടി വിയെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ആലോചനകൾ പോലും തുടങ്ങിയിട്ടില്ല. ആ കാലം മുതൽ എൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീ അൻവർ. എൻ.എച്ച്. അൻവർ ട്രസ്റ്റ് സെക്രട്ടറി വിജയകൃഷ്ണൻ കെ ട്രസ്റ്റിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വിഷന്റെ KCCL കമ്പനിയുടെ ചെയർമാനുമായിരുന്ന എൻ.എച്ച്. അൻവർ 2016 മെയ് 7-നാണ് അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചതാണ് എൻ.എച്ച്. അൻവർ ട്രസ്റ്റ്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ഒരു പതിറ്റാണ്ട് അൻവർക്ക് ഇല്ലാതെ കടന്നുപോയി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ആ ഒരു വിടവ് ഞങ്ങളെ ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തോന്നാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു 5 ദിവസമെങ്കിലും ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഏതെങ്കിലും വിവിധ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തോ പുറത്തോ ഒരുമിച്ച് കൂടാറുണ്ട്. പ്രൊഫസർ വി.എസ്. അനിൽകുമാർ അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ.എച്ച്. അൻവർ പുരസ്കാരം എം.വി. നികേഷ് കുമാറിന് നൽകി. മുഹമ്മദ് റാഹിസ്, സുധാ സുരേന്ദ്രൻ, നെൽസൺ മാന്തുരുത്തി, സഞ്ജയ് നാരായണൻ തുടങ്ങിയവരും പുരസ്കാരം ഏറ്റുവാങ്ങി. സിഒഎ ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ കെ ഗോവിന്ദൻ, ജൂറി കൺവീനർ എൻ.ഇ. ഹരികുമാർ, എൻ.എച്ച്. അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ്, ട്രഷറർ കെ.വി. രാജൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ചപ്പോൾ അത് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനും കേരള വിഷനും വലിയ രീതിയിലുള്ള തീരാനഷ്ടമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ പ്രസ്ഥാനവും കേരള വിഷനും കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ ടി വി ഇന്റർനെറ്റ് കൂട്ടായ്മയായി വളർന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.